സാധാരണ പ്രസംഗിക്കുന്നതിനേക്കാൾ അധികം നേതാക്കൾ പ്രസംഗിച്ചു. ഇനിയിപ്പോൾ വേദിയിൽ വളരെ കുറച്ച് നേതാക്കളും സദസ്സിൽ അങ്ങേയറ്റം കുറഞ്ഞ കേൾവിക്കാരും മാത്രമേ ഉള്ളൂ. കെ മുരളീധരനെ കാത്തിരിക്കുകയാണ് ആ ചെറിയൊരു ആൾക്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം. മുരളീധരൻ വരുമോ ഇല്ലയോ? കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസം മഴയായി മുരളീധരൻ വരുമോ എന്ന ചോദ്യം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അടക്കം ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പരിപാടി വൻ വിജയമായിരുന്നു. പ്രകടനത്തിലടക്കം 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തു. പരിപാടി തുടങ്ങിയപ്പോഴും അത്രയും തന്നെ ആളുകൾ, അതിലേറെ ആളുകൾ, കാത്തിരുന്ന ആളുകൾ ഉൾപ്പെടെ, പ്രകടനത്തിൽ വന്ന ആളുകൾ ഉൾപ്പെടെ ഇവിടെ നീങ്ങി നിറയുകയും ചെയ്തു. അങ്ങനെ ഈ പന്തളം ബസ് സ്റ്റാൻഡ് നിറയെ കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ വൈഡ് വിഷനിലേക്ക് പോയാൽ ഒറ്റ മനുഷ്യനില്ലാത്ത വളരെ ചുരുക്കം കോൺഗ്രസ്സുകാരും മാധ്യമപ്രവർത്തകരും മാത്രമുള്ളൊരു പരിപാടിയായി ഈ വിശ്വാസ സംരക്ഷണ ജാഥ ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 5 മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഈ നേതാക്കൾ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് വേദിയിൽ കാണാവുന്നതുപോലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ട്, T സിദ്ദിഖ് ഒപ്പം അടക്കമുള്ള UDF കൺവീനർ അടക്കമുള്ള ആളുകൾ, PC വിഷ്ണു അടക്കമുള്ള ആളുകൾ ഇപ്പോഴും വേദിയിലുണ്ട്. നേതാക്കൾ VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ ഏറെ നേരം കെ മുരളീധരനെ കാത്തിരുന്ന ശേഷം പോവുകയും ചെയ്തു. ഇപ്പോഴും കെ മുരളീധരൻ വരും എന്ന വിശ്വാസത്തിൽ ആ നേതാക്കൾ അവിടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിനു വേണ്ടി ഈ പരിപാടി ഇങ്ങനെ നീണ്ടുപോവുകയാണ്. നേതാക്കളെല്ലാം സംസാരിക്കുന്നു. ഒരുപക്ഷെ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും സംസാരിച്ചാലും കെ മുരളീധരൻ ഇവിടേക്ക് എത്തുമോ എന്ന സംശയം പ്രവർത്തകരടക്കം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെ നമ്മൾ വിളിച്ചപ്പോൾ ചെങ്ങന്നൂരായി എന്നാണ് 1.5 മണിക്കൂർ മുൻപ് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.